ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഉച്ചയുടെ ടൈമിലാട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ മല കണ്ടില്ലേ, ഇതൊക്കെ വെയിലായതുകൊണ്ട് തെളിഞ്ഞ് വന്നതാട്ടോ. മഴയാണെങ്കിൽ മഴക്കാറിൻ്റെ ഇടയിൽ പെട്ടിട്ട് കാണില്ല കേട്ടോ. അപ്പോൾ നല്ല വെയിലും നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ. എല്ലായിടത്തും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇവിടെ നല്ല വെയിലും നല്ല ചൂടൊക്കെ ഉണ്ട്. അവിടെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ളതാട്ടോ, അത് കവുങ്ങിൻ്റെ തഴിയാട്ടോ, അത് കുഴിച്ചിട്ടിട്ട് വളർന്നിട്ടാട്ടോ ഇതിങ്ങനെ. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ വീടിൻ്റെ ചുറ്റുഭാഗവും. ഇവിടെ ഒരു ചെറിയൊരു ഷെഡുണ്ട്. ഇവിടെ താമസക്കാരൊന്നും ഇല്ല കേട്ടോ, അവരുണ്ടായിരുന്നു, പോയതാണ്. പിന്നെ ഇവിടുന്ന് കുറച്ച് പോയ ഫോറസ്റ്റ് ആട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ് ഫോറസ്റ്റൊക്കെ, മൃഗങ്ങളൊക്കെ ഇറങ്ങാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി കിച്ചണിലേക്ക് പോവാം, കിച്ചണിലുള്ള വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പം ഞാൻ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മീൻ വറുക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി ഇതോടെ കഴിഞ്ഞാൽ പിന്നെ ഇനി കയ്പങ്ങ ഉപ്പേരിയൊക്കെ വെക്കാറുണ്ട്. അതോടെ കഴിഞ്ഞാൽ പിന്നെ ഫുഡൊക്കെ കഴിക്കുക. കറി പിന്നെ ഉമ്മ എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട്, ചെരങ്ങ താളിച്ചതായിട്ട് അങ്ങനെ എന്തോ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ചോറും വെച്ചിട്ടുണ്ട്. ഇനി മീൻ വറുക്കാനേ ഉള്ളൂ. മീൻ വറുക്കാനും കയ്പങ്ങ ഉപ്പേരി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇത് മീൻ വറുത്തിട്ട് വരാം. ഞാനിങ്ങനെ മീൻ വറുക്കാൻ വേണ്ടി ചട്ടിയിലിട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ വെന്ത് വന്നോളും. അപ്പം നമുക്ക് വേറെ പണി നോക്കാമല്ലോ. എനിക്ക് ഈ മീൻ വറുക്കുമ്പോൾ ഈ സൗണ്ട് ഉണ്ടല്ലോ, അത് വലിയ ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമാണ് ആ സൗണ്ട് കേൾക്കാൻ. ഞാൻ ചെറുപ്പത്തിലൊക്കെ ഈ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുമായിരുന്നു കേട്ടോ. അതാണ് എനിക്ക് വലിയ ഇഷ്ടമാണത്. കയ്പേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഉപ്പാക്ക് മാത്രം മതി ഉപ്പേരി. ഞങ്ങൾക്ക് പിന്നെ ഉപ്പേരിയൊന്നും വേണ്ട, ഞങ്ങൾക്ക് കറിയും മീൻ പൊരിച്ചതും മതി. അത് തന്നെ ധാരാളം കേട്ടോ. അപ്പോൾ ഉപ്പാക്ക് ഉപ്പേരി നിർബന്ധമാണ്. അങ്ങനെ ഉപ്പാക്ക് വേണ്ടിയിട്ടാണ് കയ്പങ്ങ ഉപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് അരിഞ്ഞിട്ട് കാണാം. ഓക്കെ, ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കയ്പങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മീൻ പൊരിച്ചിട്ട് വേണം കയ്പങ്ങ വെക്കാൻ. കരണ്ടടുപ്പമ്മ വെക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ കരണ്ടടുപ്പമ്മ വെച്ചാൽ ഗ്യാസിൻ്റെ അത്ര ഫാസ്റ്റ് ആവില്ല. എങ്ങനെയായാലും ഗ്യാസ് അടുപ്പുമ്പോൾ വേവുന്ന അത്ര ഫാസ്റ്റ് കരണ്ടടുപ്പുമ്പോൾ ആവാറില്ല. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം. മീൻ ഏതായാലും കുറച്ചും കൂടി ഉള്ളു പൊരിച്ച് കഴിയാനായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇനി കയ്പങ്ങപ്പേരി വെക്കാം കേട്ടോ. കറി ഇനി വറവിടാനുണ്ട്. ഇതാണ് കേട്ടോ കറി, ചെരങ്ങ താളിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് വറവിടാനുണ്ട്. അതോടെ കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതെൻ്റെ സിസ്റ്ററിൻ്റെ മോനാട്ടോ, അവനാണ് ഹായ് തന്നത്. കുറച്ച് മീൻ വറുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ഇതും കൂടിയേ ഉള്ളൂ. ഇതുകൂടെ കഴിഞ്ഞാൽ പാവക്ക ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. പിന്നെ കയ്പങ്ങ ഉപ്പേരി ഉണ്ടാക്കുകയാണ്. കയ്പങ്ങ പെട്ടെന്ന് ആവുമല്ലോ, ആവിയിൽ കിടന്നിങ്ങനെ വേവും. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെക്കാം കേട്ടോ. ഇവിടെ എല്ലാവർക്കും പാവയ്ക്ക ഉപ്പേരി ഇഷ്ടമാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് പാവയ്ക്ക. ഈ പാവയ്ക്കയുടെ നല്ല കയ്പ്പാണെന്ന് പറഞ്ഞ് ചെറിയ കുട്ടികളൊന്നും കഴിക്കില്ല. പക്ഷേ ഇത് സവാള ആഡ് ചെയ്ത കയ്പ്പ് കുറയുമെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എനിക്കിത് ഇഷ്ടമാണ് കേട്ടോ പാവയ്ക്കുപ്പേരി. നിങ്ങൾക്ക് ഇഷ്ടമാണോ? അങ്ങനെ പിന്നെ പാവയ്ക്കുപ്പേരിയൊക്കെ നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. ഗൈസ്, ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ കഴിച്ചിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ.